ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതന്നെയല്ലേ? ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം. അല്ല, മറ്റുള്ള സ്ഥലങ്ങളുണ്ട്, കേരളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. കേരളത്തിൽ ഇങ്ങനത്തെ ഐറ്റം വണ്ടി അവിടെ കുറവാണ്, അങ്ങനെ ഉണ്ടില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. ഇവരിവിടെ ചെയ്യുന്നത് കാലിത്തീറ്റ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്നോട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ റേറ്റിന് ആർക്കും കൊടുക്കാനും പറ്റില്ല, അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീനും കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാലിത്തീറ്റയ്ക്ക് പാലും കൂടുന്നു പറഞ്ഞു, പശുക്കൾക്കൊക്കെ ആണെങ്കിൽ, അതിലേക്ക് ആടുകൾക്കൊക്കെ ആണെങ്കിൽ. അങ്ങനെ തന്നെയാണോ? സ്ഥിരമായിട്ട് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ 10 to 15% വരെ നമുക്ക് പാല് ഈ സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പാല് കിട്ടും. ചോളത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് ശരിക്കും പശുക്കൾക്കൊക്കെ വേണ്ടി. പശു, ആട്, പോത്ത്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എരുമ, അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഏക്കറ കണക്കിന് ഇങ്ങനെ തോട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇതിങ്ങനെ നമ്മുടെ ഈ ഒരു ട്രാക്ടർ ഇങ്ങനെ പോകുന്നു, അത് കട്ട് ചെയ്ത് നേരെ നമ്മുടെ നമ്മുടെ വണ്ടിയിലേക്ക് വരുന്നു. അത് നേരെ അവിടെ പോകുന്നു. പിന്നെ നേരെ നമ്മൾ തൃശ്ശൂർ മുണ്ടൂരിലാണ് നമ്മുടെ കമ്പനി വരുന്നത്. ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോകും. ഓക്കെ, അവിടുന്നാണ് പിന്നീട് കാര്യങ്ങളൊക്കെ കമ്പനി അവിടെയാണ്. പാക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വാക്യൂം ചെയ്തിട്ടാണ് പാക്കിംഗ് ഒക്കെ ചെയ്യുക. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു വട്ടം എടുത്താൽ പിന്നെ അവിടെ തിരിച്ച് എന്തായാലും വരും. അതെല്ലേ? ഇതിനെ കൊടുത്തിട്ട് ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കാണ് ഇതെന്താന്ന് ചില ആൾക്കാർക്ക് അറിയില്ല, ചില കർഷകർക്ക് അറിയില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവര് എന്തായാലും തീർച്ചയായിട്ടും പിന്നീട് വന്നിട്ട് എടുക്കും. അതിന്റെ മാറ്റം അറിഞ്ഞാലാണ് എടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പറയുമ്പോ നമുക്കിത് ജസ്റ്റ് പുല്ലല്ലേ എന്ന് തോന്നാം. ഇപ്പൊ തീറ്റപ്പുല്ല് പോലെ കൊടുക്കാനല്ല അത്. തീറ്റപ്പുല്ല് കൊടുക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പാല് കൂടുതൽ കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ഐറ്റം, ഒരു ഫീഡ് തന്നെയാണ് ശരിക്കും. പാലില് ഫാറ്റ് കൂടും, SNF കൂടും. അതെല്ലേ? ഇപ്പൊ ഇതൊരു സീസണിൽ മാത്രം ഉണ്ടാവുന്നതാണ് ഈ ചോളം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാ വർഷവും എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, 3.5 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. 365 ദിവസം നമുക്ക് അവൈലബിൾ. അപ്പോ ഇത്രമാത്രം തോട്ടങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ തോട്ടങ്ങൾ എടുക്കും. നമുക്ക് ഓരോ സീസണിൽ ഓരോ സ്ഥലത്താണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കർണാടകയിലേക്ക് പോകും, അവിടെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സേലത്ത് ചെയ്യും, അങ്ങനെ പൊള്ളാച്ചി ഉണ്ട്. അങ്ങനെ മാറി മാറിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നിന്നുകൊണ്ടിരിക്കും. ഓരോ വർഷത്തിൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുന്നത് ആ ഭാഗത്തേക്ക്. അപ്പൊ അവിടെയൊക്കെ ഒരു ടീമായിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് അവിടെ നിൽക്കും.